Hi all, Assalamu alaikum. Welcome back to Zida's recipes. അപ്പോൾ നമ്മൾ ഇന്ന് കറിക്കടല വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. നല്ല മുരിഞ്ഞ നല്ല പക്കോടയാണ് നമ്മൾ റേഷൻ കിട്ടുന്ന കടല വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം എങ്ങനെ ഇത് ചെയ്യാമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നല്ല സൂപ്പറായിട്ട് നല്ല മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കടല ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ദിവസം മുഴുവനായിട്ട് കടല ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 8 മണിക്കൂറൊക്കെ വെച്ചാലും മതിയാവും. അപ്പോൾ അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അരയ്ക്കാൻ പാകത്തിന് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. 1 കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 1 കപ്പ് കടല നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയിലയും. അപ്പോൾ മല്ലിയില വീട്ടിലുണ്ടായതാണ് കേട്ടോ. അതാണ് ഇത്ര നീളത്തിലുള്ള ഒരു മല്ലിയില. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി നമ്മുടെ കടലയുടെ പേസ്റ്റിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മുളക് പൊടി നമുക്ക് എത്രയാണ് എരിവ് വേണ്ട അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോടയാണ് കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കടല വെച്ചിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്താൽ നന്നാവോ എന്നുള്ളത്. ഒരു സംശയം വേണ്ട കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ സാധാരണ പക്കോട കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിലുള്ള ഒരു പക്കോട തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതിന്റെ കളറ് കണ്ടിട്ട് ഇത് ഡാർക്ക് ആണല്ലോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടല തൊലിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പക്കോടയ്ക്ക് ഈ ഒരു കുറച്ച് ഡാർക്ക് കളർ കിട്ടുന്നത്. അപ്പോൾ ടേസ്റ്റിന് ഒരു കുറവില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിടുക. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്